ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുധിയുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ വിവാദമായതിന് തൊട്ട് പിന്നാലെ ആ ഒരു ഇന്റർവ്യൂ എടുത്ത ആങ്കറും ചാനലും എയറിലേക്ക് പോയിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ചാനലിന്റെ ഭാഗത്തു നിന്ന് ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വന്ന ഒരു വോയിസ് ആണ്. അതായത് രേണുവിന്റെ ഇന്റർവ്യൂ വിവാദമായതിന് തൊട്ട് പിന്നാലെ ഒരു പ്രേക്ഷക ഈ ഒരു ചാനലിലേക്ക് വിളിക്കുന്നു. എന്തിനായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തത്, അതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് ഈ ഒരു ചാനലിനോട് ചോദിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നൽകിയ മറുപടി, രേണുവാണ് തങ്ങളോട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അവർക്ക് ചികിത്സിക്കാൻ പണമില്ലെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചാനൽ അവരുടെ ഇന്റർവ്യൂ എടുത്തതെന്ന് പറഞ്ഞു. സോ ആ ഒരു ഓഡിയോ ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വന്നു. അതിനെ തുടർന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഈ ഒരു ചാനലിനെതിരെ രംഗത്ത് വന്നു. എന്തായാലും അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഈ പറഞ്ഞ ചാനൽ വന്നു. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണും. സോ എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളും റിയാക്ട് ചെയ്ത ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരണമായിട്ട് വരുന്നത്. കാരണം മറ്റൊന്നല്ല, ഞാൻ കുറച്ച് തിരക്കുമായിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോസ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. രേണു സുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. രേണു സുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത്. മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണു സുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണു സുധിയുടെ ഭാഗത്ത് നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. ശരി, ഓക്കെ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. രേണുസുധി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന്. നിങ്ങളാണ് രേണുസുധിയെയും കുടുംബത്തെയും പറഞ്ഞ് കൺവിൻസ് ചെയ്തത് ഈ ഒരു ഇന്റർവ്യൂ എടുക്കാണ്ട്. എല്ലാം സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിലേക്ക് ഒരു തെറ്റിദ്ധാരണ വളർത്തുന്ന മെസ്സേജ് കൺവേ ചെയ്ത നിങ്ങളുടെ സ്റ്റാഫിനെതിരെ എന്ത് നടപടി നിങ്ങൾ എടുത്തു? അതിനെക്കുറിച്ച് നിങ്ങളുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇതേക്കുറിച്ച് ഒരു ഇന്റേണൽ എൻക്വയറി നടത്തുന്നുണ്ടോ? അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളൊരു മീഡിയ സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിലേക്ക് ധാരാളം സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വിടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാധ്യമ സ്ഥാപനത്തിന് യോജിച്ച നടപടിയല്ല. എന്ത് വിശ്വസിച്ച് ഇനി സെലിബ്രിറ്റീസ് നിങ്ങളെ സമീപിക്കും ഒരു ഇന്റർവ്യൂ നൽകാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന്റെ പേരിൽ രേണുസുധിയും കുടുംബവും എയറിലേക്ക് പോയി. അതിന് കാരണം നിങ്ങളുടെ സ്റ്റാഫിന്റെ പിടിപ്പുകേടാണ്. ആ ഒരു സ്റ്റാഫിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? ഇതിന് ഉത്തരവുണ്ടോ? നമ്മൾ കുറേ നാളുകളായിട്ട് രേണു സുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ് ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഇത് പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്. മാത്രമല്ല, ഇപ്പോൾ രേണു സുധിക്കെതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സാണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ആ 2 ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ഇന്റർവ്യൂ വിവാദമാക്കണമെന്ന് ആഗ്രഹിച്ചെടുത്ത ഇന്റർവ്യൂ ആണെന്ന് അത് കാണുന്ന ഏതൊരു പൊട്ടക്കണനും മനസ്സിലാവും. കാരണം ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ഡിസ്കസ് ഒക്കെ നടത്തിയ ശേഷമായിരിക്കുമല്ലോ ഇന്റർവ്യൂ എടുത്തത്. അങ്ങനെയുള്ള ടൈമിൽ എന്തുകൊണ്ട് അതുലിനെയും ഷെഫീനെയും അതേപോലെ തന്നെ ഹനനെയും മാസ്റ്റർ മൈൻഡ് മനുവിനെയും കിച്ചുവിനെയും കൊല്ലം സുധിയുടെ വീട്ടുകാരെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾ വലിച്ചഴിച്ചു? കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാണ്ട് പ്രിപ്പയർഡ് ആയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ആ ഇന്റർവ്യൂവിന് പോയിരുന്നത്. നിങ്ങളൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകയല്ലേ? സെലിബ്രിറ്റി ഇന്റർവ്യൂസ് എടുക്കുന്ന ആളുകളും മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. നിങ്ങൾ എന്റർടൈൻമെന്റ് ചാനലിൽ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു കൃത്യമായിട്ടുള്ള ബാക്കപ്പ് സ്റ്റഡീസ് ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യാണ്ട് ഒട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണം, ചോദിക്കരുത്, ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ അതിന്റെ ഇമ്പാക്ട് എന്താവും എന്നൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെ ഒരു ഇന്റർവ്യൂവിന് പോയി ദയവ് ചെയ്തിരിക്കരുത്. അത്ര എനിക്ക് ഈ ഒരു വിഷയത്തിനത് പറയാനുള്ളൂ. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുതിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ പേഴ്സണലി മനസ്സിലായ എന്താന്ന് വെച്ചാൽ അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഇന്റർവ്യൂ എടുത്ത മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾ സമ്പൂർണ്ണ പരാജയമാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളൊരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യാണ്ട് പോയിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് നിങ്ങൾ നടത്തണം. ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ സമൂഹത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തെല്ലാമായിരിക്കും, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് നടത്താതെ ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ്. പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചി ഈ പണി നിർത്തിട്ട് വേറെ വല്ല പരിപാടിക്കും പോകുന്നതായിരിക്കും നല്ലത്. ക്യാൻസർ വന്നിരിക്കുന്നൊരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ഒരു കാര്യം ചെയ്യായിരുന്നു, അവരുടെ ഇപ്പോഴത്തെ നിലവിലെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ചോദിക്കായിരുന്നു, അവരുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിക്കായിരുന്നു. അല്ലാതെ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും കുത്തി അടങ്ങിക്കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ഒരു കാര്യവും ഈ ഒരു ചാനലിലും ഇല്ലായിരുന്നു, രേണുസുതിക്കും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയ ഒരു ഇന്റർവ്യൂ ആണെന്നാണ് എന്റെ സ്റ്റാൻഡ്. കാരണം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ ചാനലും രേണുസുതിയും വീണ്ടും എയറിൽ പോകേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. മനസ്സിലായോ? ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയുടെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് മാത്രമേ ദയവ് ചെയ്ത് ഇന്റർവ്യൂ എടുക്കാണ്ട് പോകാവുള്ളൂ. അല്ലാതെ ഒരു മൈക്കും ക്യാമറയും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകരായി എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഇന്റർവ്യൂവും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ഏറിപ്പോകും. വെറുതെ അനാവശ്യമായിട്ട് അതുലിനെയും ഈ പറഞ്ഞ ഷെഫീന ബീവിനെയും മാസ്റ്റർ മൈൻഡ് മനുവിനെയും ഹനനെയും എല്ലാം വലിച്ച് ഇതിനകത്തോട്ട് ഇട്ടു. അതുകൂടാതെ കൊല്ലസുതിയുടെ കുടുംബത്തെയും കിച്ചുവിനെയൊക്കെ അങ്ങനെ വലിച്ചിട്ടപ്പോഴത്തേക്കാണ് ഈ ഒരു ഇന്റർവ്യൂ എത്രത്തോളം വിവാദമായത്. അല്ലെങ്കിൽ രേണുസുതിയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് ഇത്രത്തോളം വിവാദമാവില്ലായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്റ്റഡീസ് നടത്തി. നിങ്ങൾ സ്റ്റഡി ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്റ്റഡി ചെയ്തു. ഈ ഒരു ഇന്റർവ്യൂ എത്രത്തോളം വിവാദമാക്കാം അത് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് രേണുസുതിയുമായിട്ട് ഇരുന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നല്ല രീതിക്ക് നിങ്ങൾ സംസാരിച്ച് എന്തെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കണം, എന്തെല്ലാം ചോദിക്കരുത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾ വരുത്തിയത്. അതിനുശേഷം എടുത്തൊരു ഇന്റർവ്യൂ ആണ്. നിങ്ങൾ എത്രത്തോളം എക്സ്പ്ലനേഷൻ നൽകിയാലും അത് വിലപ്പോവില്ല. നിങ്ങളുടെ സ്റ്റാഫിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തോട്ട് വന്നതിന് തൊട്ട് പിന്നാലെയാണ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ എയറിൽ പോയത്. ആ ഒരു സ്റ്റാഫിനെതിരെ എന്ത് നടപടി നിങ്ങൾ എടുത്തു എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഇന്റേണൽ എൻക്വയറി നടക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിന്റെ ക്ലാരിഫിക്കേഷനായിട്ട് ഇൻസ്റ്റാഗ്രാമിലും നിങ്ങളുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്തും ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ടൈപ്പ് ചെയ്തിട്ടാൽ മതിയായിരുന്നു. ഇത്രയും നാറില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ.